കർത്താവിൻ്റെ വാണിംഗ് ഉണ്ട്. ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. ഈ കാലത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ശ്രദ്ധയോടും ഇത്തിരി ആന്തലോടും കൂടെ കേൾക്കേണ്ട വചനമാണ്. ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. ഈ തലമുറയ്ക്ക് കണക്ക് കൊടുക്കേണ്ടി വരുന്നത് വേറൊന്നിനുമല്ല, വെളിച്ചമുണ്ടായിട്ടും കാഴ്ചയില്ലാതെ ജീവിച്ചതിനെ ഓർത്തിട്ടായിരിക്കും. കാണാതെ ജീവിച്ചതിനെ ഓർത്ത്. വെളിച്ചമുണ്ടായിട്ടും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും വിളക്ക് കൊളുത്തി പറയുടെ അടിയിൽ വെക്കാറില്ല. മറ്റുള്ളവർക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അത് ദീപപീഠത്തിന്മേലേക്ക് അത്ര വയ്ക്കുക. അങ്ങനെ ഒരു വെളിച്ചം കയ്യിൽ കിട്ടിയിട്ട് മുൻപിലുള്ള അന്ധകാരത്തെ അകറ്റാനായിട്ടുള്ള കൈവട്ടം കയ്യിലുണ്ടായിട്ട് തിരുവെളിച്ചം നമ്മുടെ മുന്നിൽ നമുക്ക് തെളിച്ചു വെക്കാൻ സാധിച്ചിട്ട് നമ്മളതിനിങ്ങനെ മറച്ചു വെച്ച് അതിനെ മനസ്സിലാക്കാതെ നമ്മുടെ രീതിയിൽ ജീവിച്ചു പോയതിനെ ഓർത്തിട്ടാണ് ഈ തലമുറ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് കർത്താവ് പറയുന്നത്. ധനവാന്റെയും ലാസറിന്റെയും ഉപമയില് ലാസറിനോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് നിയമവും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവർ പറയണത് കേൾക്കട്ടെ. അതങ്ങനെയല്ല എന്ന് അയാൾ പറയണത്, അതാണ് പ്രശ്നം. അതങ്ങനെയല്ല പിതാവേ. മരിച്ചവരിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റാൽ അവർ കേൾക്കും. നിയമവും പ്രവാചകന്മാരും ഉണ്ടായിട്ട് മുന്നേ ഇങ്ങനെ വഴികാട്ടികളായി വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും നീണ്ട നിര നമ്മുടെ മുൻപിൽ ഇങ്ങനെ അവശേഷിച്ചിട്ട് നമ്മൾ അവരെ മനസ്സിലാക്കാതെ അവരിലൂടെ ദൈവത്തിലെത്താതെ സാധാരണ ജീവിതം ജീവിക്കുന്നതിനെ ഓർത്ത കണക്ക് പറയേണ്ടി വരുമെന്ന് പറയണേ. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, നിങ്ങളും കയറുന്നില്ല, മറ്റുള്ളവരെ കയറാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നുമില്ല. ശരിക്കും ഇങ്ങനെ ഒരു വിശുദ്ധ ഗ്രന്ഥമൊക്കെ കൈ കിട്ടിയിട്ട് എന്താ ചെയ്ത് ഇത്രയും കാലമായിട്ട് ആലോചിച്ച് നോക്കി.